ഈ നെൽപ്പാടങ്ങളും കായലുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ കേരളം അല്ലേ? എന്നാ അതൊക്കെ ഇടിച്ച് നിരത്തി ഫ്ലാറ്റ് പണിതിരിക്കുക. എന്താ കൂട്ടുകുടുംബങ്ങൾ വരെ ഫ്ലാറ്റുകളിലേക്ക് താമസം മാറി അല്ലേ? ഫ്ലാറ്റ് ആയാലും എന്താ ഒരു സെക്യൂരിറ്റിയും വേണം അല്ലേ? എന്നാൽ ഇതിലുമുണ്ട് വേഷം കിട്ടുന്ന വിദ്വാന്മാര്. എങ്ങോട്ട് പോകാനാ? ഇവിടെ വരെ വന്നിട്ട് അവനെ തങ്ങോട്ട് പോയി. നല്ല അസല് പാട്ട്. ഈ സമയത്തോടെ പാട്ട് വെക്കാൻ ആരാ? കുറ്റിക്കാട്ടിലാരാ പാട്ട് വെക്കാൻ? അതന്നെ ഞാനും ചോദിച്ചു. അവൻ ഇവിടെ എവിടെയുണ്ട് നോക്കിക്കേ. എന്നാൽ ഇവിടെ വരെ വന്ന അവന് അങ്ങോട്ട് പോയി. ഇനി അവനെ തപ്പിട്ട് കാര്യമില്ല, അവനവന്റെ പാട്ടിന് പോയെന്ന് തോന്നുന്നു. എന്നാലും അവൻ പട്ടാപ്പകൽ തന്റെ വീട്ടിൽ കയറി ടേപ്പ് റെക്കോർഡർ പൊട്ടിച്ചല്ലോ. അവന്റെ ധൈര്യം സമ്മതിക്കണം. ഞാൻ വീട്ടിലിരുന്ന് പാട്ട് കേട്ടോണ്ടിരുന്നാണ്, കേട്ട് കേട്ട് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. താൻ ഏത് പാട്ടാ കേട്ടോണ്ടിരുന്നത്? ഉണരൂ വേഗം നീ സുമറാണി വന്നു നായകൻ. വന്നത് നായകനല്ല, വന്നത് കള്ളനാ. ആണല്ലേ? ഈ പാട്ട് കേട്ടോണ്ടിരുന്ന സമയത്ത് താനൊന്ന് ഉറക്കത്തിന്ന് ഉണർന്നായിരുന്നെങ്കിലേ തന്റെ ടേപ്പ് റെക്കോർഡ് പോകില്ലായിരുന്നു. എല്ലാവരും കൂടെ എന്നെ കുറ്റം പറയാതെ കള്ളനെ തപ്പാൻ നോക്കുന്നു. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് അവൻ ഈ മതിൽ ചാടി കിടക്കാനാ സാധ്യത. വാ നോക്കാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ MGM നഗറിൽ കള്ളന്മാർ ഇന്നും ഇന്നലെ കയറാൻ തുടങ്ങിയതല്ല. കള്ളന്മാർ കയറി മോഷണം നടത്താൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇതിനെതിരെ നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഈ കള്ളന്മാരുടെ മോഷണത്തിന് പുറകില് ഈ അസോസിയേഷൻ പ്രസിഡന്റിന്റെ കറുത്ത കരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞ പ്രസിഡന്റിന് നിഷേധിക്കാൻ പറ്റുമോ? ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കരുത്. കഴിഞ്ഞ തവണ എന്നോട് മത്സരിച്ച് തോറ്റതിന്റെ വൈരാഗ്യം തീർക്കാനല്ലോടോ താൻ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞുണ്ടാക്കണേ. മാസങ്ങളായി ഒരു ഗൂർഖനെ ഇയാൾ കൊണ്ടെത്തരാന്ന് പറഞ്ഞിട്ട്. എടോ എവിടെടോ ഗൂർഖ? എടോ ഈ ഗൂർഖ എന്ന് പറയണതേ പച്ചക്കറി കടയിൽ നിന്ന് കിട്ടണ കൂർക്കയല്ല. പ്രിയമുള്ളവരെ, ഒരു ഗൂർക്കയെ സംഘടിപ്പിക്കാൻ അതിൻ്റെതായ ഒരു താമസമൊക്കെ ഉണ്ട്. ഇയാൾ ഗൂർഖനെ സംഘടിപ്പിച്ചിട്ട് വരുമ്പോഴേക്കും ഈ കോളനി കള്ളന്മാർ കാലിയാക്കിയിട്ടുണ്ടാവും. ഡൊമിനിക്ക് പറഞ്ഞാലും കാര്യമുണ്ട്. ഇന്ന് എന്റെ വീട്ടിലെ ടൈപ്പ് റെക്കോർഡറാ പോയത്, നാളെ പ്രസിഡന്റിന്റെ വീട്ടിലെ ടൈപ്പ് റെക്കോർഡറായിരിക്കും പോണത്. എന്റെ വീട്ടിൽ നിന്നേ ടേപ്പ് റെക്കോർഡർ പോകൂല. അതെന്താ? എന്റെ വീട്ടിലെ CD പ്ലെയറാ. CD പ്ലെയറും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കേണ്ടി വരും. എന്നാ ഈ നാട് രക്ഷപ്പെട്ടു. അതെങ്ങനെ രക്ഷപ്പെടും? കള്ളം വന്ന് പ്രസിഡന്റിനെ കട്ടോണ്ട് പൊക്കോളൂല്ലോ. അങ്ങനെ ഞാൻ എന്നെ കൊച്ചാക്കണ്ട. ഈ പ്രസിഡന്റ് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കാ. ഗൂർഖാനെ ഈ ആഴ്ച തന്നെ ഞാൻ ഇവിടെ എത്തിച്ചിരിക്കും. കാണാം 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 കാണണം കാണും. मैं हूं गूर्खा, 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 मैं हूं गूर्खा. ഓക്കെ. അപ്പൊ ഗൂർഖയുടെ പേരെന്താ? കുഞ്ഞപ്പൻ. അയ്യോ എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സുന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഗൂർഖയാണെന്ന്. അതൊക്കെ വായിൽ വരുന്ന പേരല്ലേ പറയാൻ പറ്റുള്ളൂ. വായിൽ വരണം, വായിൽ വരണം. വായിൽ വന്നില്ലെങ്കിലേ നാട്ടുകാരുടെ വാലിക്കണം ഞാൻ കേൾക്കേണ്ടി വരും. അപ്പൊ ഇന്നു മുതൽ നീ मैं हूं गूर्खा. ഗൂർഖയാണ്. സാറേ, എനിക്ക് എന്തായിരുന്നു പണി? നിനക്ക് മീൻ കച്ചവടം ആണല്ല. ഇന്നു മുതൽ ഞാൻ ഗൂർഖയല്ലേ. അപ്പൊ അവസാനമായിട്ട് എനിക്ക് എന്റെ മീൻ കച്ചവടം ഒന്ന് കൂവി വിളിച്ചാൽ കൊള്ളാന്നുണ്ട്. നീ കൂവി വിളിച്ചോ? വിളിച്ചോട്ടെ? വിളിച്ചോ. ചാള ചാളേ പൂയ്, അയലേ അയലേ പൂയ്, ചാളേ. നിർത്ത്. ഇതാണ് നമ്മുടെ കോളനി. ഇതോ? അതെ. നീ ഇവിടെ വന്നെന്ന് നാട്ടുകാരൊക്കെ അറിയട്ടെ. നിന്റെ അഭ്യാസം അങ്ങ് തുടങ്ങട്ടെ. അയ്യോ ഇതിപ്പോ പറയാനുള്ളതല്ല. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മാത്രം പറഞ്ഞാ മതി. അതപ്പ പറഞ്ഞോ? ഇതാദ്യം പറയണ്ടേ? വേണ്ട. ഒരു പട്ടീനെ കണ്ട് പേടിക്കുവെന്ന് പറഞ്ഞ ഒരു കൂർക്കയല്ലേ നീ? ധൈര്യം വേണം. തുടങ്ങിക്കോ.
ഇവൻ ഇവനിത് എന്തെല്ലാവരും വായും പൊളിച്ച് നോക്കിക്കണേ. ഇതാണ് ഞാൻ പറഞ്ഞ ഗൂർക്ക. ആർക്കെങ്കിലും വല്ല സംശയമുണ്ടോ? കാണിച്ചു തരാം. ദേ, കണ്ടോ, നല്ല അസല് ഗൂർക്ക. നിങ്ങളുടെ ഈ പ്രസിഡന്റ് ഒരു കാര്യം ഏറ്റാ അത് ഏറ്റതാ. അതിരിക്കട്ടെ, ഗൂർക്കയുടെ നാടെവിടാ? നേപ്പാൾ മേം. നേപ്പാൾ മേമിലെവിടെ? എടപ്പാൾ ഹേ. എടപ്പാളാ? ഭോപ്പാൽ ഹേ. ഓ, ഗൂർക്കയുടെ പേരെന്നാ? മേഹും സുന്ദർ സിംഗ് ഹേ. ഏ? ഹൈ. കലക്കി. ഓഹോ. കയ്യാ? എടോ, തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെ അച്ഛൻ ഭീം സിംഗ് ഹേ, അമ്മ ജാൻസി റാണി. ഝാൻസി റാണിയാ? അല്ലല്ല, ബീൻസി റാണി. ആ, അല്ല, ഇയാളെങ്ങനെ മലയാളം പഠിച്ചു? തപാല് വഴി. തപാൽ വഴി എങ്ങനെ മലയാളം പഠിച്ച്? ആ, പണ്ടാണല്ലോ എല്ലാവരും തപാൽ വഴി എഴുത്തൊക്കെ എഴുതുന്നത്. ഇപ്പൊ അവർക്ക് പണിയൊന്നുമില്ലല്ലോ. ഇപ്പൊ എല്ലാവരും മൊബൈലല്ലേ. അപ്പൊ ഈ തപാൽ ഓഫീസിൽ ഇരിക്കുന്നവർക്കൊന്നും പണിയില്ല. നമ്മൾ അവിടെ ചെന്ന് ഏത് ഭാഷ പഠിക്കണമെന്ന് പറഞ്ഞാൽ മതി, അവരപ്പം പഠിപ്പിച്ചു. കാലത്തിന്റെ ഒരു പോക്കേ. ഏതായാലും നല്ല ആസാലെ ഗൂർക്ക. വിട്ടളിയ. നിർത്ത്, ഒരു കാര്യം ചോദിക്കട്ടെ. അല്ല ഗൂർക്കെ, ഗൂർക്ക ഇതിനു മുമ്പ് വല്ല കള്ളന്മാരെ പിടിച്ചിട്ടുണ്ടാ? പിടിച്ചിട്ടുണ്ടോന്നോ? പണ്ട് ഞാൻ നേപ്പാളിൽ ജോലി ചെയ്യുന്നിടത്ത് ഒരു പുഴയുണ്ട്. ആ പുഴയുടെ കരയിൽ വെളുപ്പിന് ഒരു 4 മണി മുതൽ ഞാൻ കള്ളനെ പിടിക്കാനായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കും. അത് ശരിയാ. പുലർച്ചെയാകുമ്പോ കള്ളന്മാരെ തൊണ്ടിയോടുകൂടി പൊക്കാല. അത് ശരിയാ. അങ്ങനെ ഒരു 10, 10:30, 11, ഒരു 12 മണിയാകുമ്പോഴേക്കും ഒരു 15 കള്ളനെങ്കിലും ഞാൻ പിടിച്ചിരിക്കും. 15 കള്ളന്മാരാ? ആ. ഈ 15 കള്ളന്മാരൊക്കെ പിടിച്ച് ഇവന്മാരൊക്കെ കൂടി എങ്ങനെ കൊണ്ടുപോകും? നിസ്സാരമല്ലേ. ഒരു പച്ചയിറക്കിൽ അങ്ങ് ഓടിച്ചിട്ട് അതിന്റെ ചെകളെ അങ്ങോട്ട് പൊക്കിട്ട് കോർത്ത് തോളത്തിട്ട് മീനെ അല്ല വീണേ വീണല്ല തബല. നീ ഇത് മൊത്തം കൊളാക്കോടാ. അതെ, നിങ്ങളോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ. മോഹൻലാൽ പറഞ്ഞതുപോലെ നിങ്ങൾ ധൈര്യമായി ഉറങ്ങിക്കൊള്ളൂ. അതിർത്തിയിൽ ഞാൻ നിങ്ങൾക്ക് കാവലായുണ്ട്. പ്രസിഡന്റ് കണ്ടോടോ, എന്തൊക്കെ വന്നാലും നിങ്ങൾ കാലക്കിട്ടുണ്ട്. ഇയാളിത് എന്തൊക്കെയാണ് കാണിക്കണത്? കാലത്ത് എന്താണ് ഒരു ഒച്ചയമ്പകളൊക്കെ? അല്ല സാറേ, രാവിലെ ഒരു എക്സസൈസ്, ഈ കള്ളനെയൊക്കെ പിടിക്കാൻ ഒരു ഇത് വേണ്ടേ? അതെന്തെങ്കിലും ആവട്ടെ. രാവിലെ 10 മണിക്ക് ഞാൻ അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് പച്ചക്കറി മേടിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു 11-11:15 ആകുമ്പോൾ അതെല്ലാം കൂടി എടുത്ത് ഇവിടെ കൊണ്ട് കൊടുത്തേക്കണം. പിന്നെ പ്രത്യേക ഒരു കാര്യം, അകത്ത് കയറണ്ട, ആ ഗേറ്റിന് വെളിയിൽ വെച്ചാൽ മതി. ഷേർലി വന്നെടുത്തോളൂ. എന്താ സാർ അങ്ങനെ? എടാ, ആണുങ്ങളില്ലാത്ത വീടാണിത്. സാറിനാണല്ലേ. ഞാനിപ്പം അങ്ങ് പോകും. ദേ, ആ കാണുന്നതാണ് എൻ്റെ വീട്. ഒന്ന് മാർക്ക്. അത് ശരി. അയ്യോ അയ്യോ അയ്യോ, ഇവിടെ ഒരുത്തരുണ്ടായിരുന്നല്ലോ ഒരു ഗൂർക്ക. താനിത് ഇവിടെ പോയി കിടക്കും. ഞാൻ ചോറ് പിടിക്കാൻ ചോറുണ്ണാൻ പോയെന്ന് പറഞ്ഞാൽ കറക്റ്റ്. താൻ ഇവിടെ വന്നിട്ട് 1 മാസമായി. ഒരു കള്ളനെങ്കിലും താൻ പിടിച്ചിട്ടുണ്ടോ? ഇയാളൊക്കെ ഇവിടുന്ന് പിരിച്ചുവിടണം. ഈ കോമാളിനെക്കാരെ ജോലിക്ക്. ഈ ഗൂർക്ക കുഞ്ഞപ്പൻ അല്ല, ഈ ഗൂർക്ക സുന്ദർ സിംഗ് ആരാണെന്ന് നിങ്ങൾക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നു മുതൽ എനിക്ക് ഉറക്കമില്ല. ഇത്രയും കാലം ഇയാൾ ഉറക്കമായിരുന്നു. അതല്ലാന്ന്, ഒരു കള്ളനെ പിടിക്കാതെ ഈ ഗൂർക്ക രാം സിംഗ് ഉറങ്ങില്ലെന്ന്.
ഔ രക്ഷപ്പെട്ട്. ഇനി ഒരു കള്ളനെ ഞാൻ എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കും എന്റെ ഭഗവാനെ. ഡോ, തനിക്ക് ഇന്നു മുതൽ ഉറക്കമില്ലല്ലേ? ഇന്ന് രാത്രി മുതൽ എനിക്ക് ഉറക്കമില്ല സാറേ. ഒരു കള്ളനെ പിടിച്ചു കൊടുത്തില്ല ഈ നാട്ടുകാരനെ കൊല്ലും അറിയോ? അപ്പൊ ഇന്ന് രാത്രി മുതൽ താൻ ഉറങ്ങൂല? ഇന്ന് രാത്രി മുതൽ ഞാൻ ഉറങ്ങാതെ ഇതിലേക്ക് എഴുന്നേറ്റ് നടക്കും. പണിയായില്ല. എന്താ സാറേ? എന്തായാലും ഇതിരിക്കട്ടെ, ഒരു 500 ഇരിക്കട്ടെ. 500 രൂപ? എന്തായാലും താൻ ഉറക്കമുളയ്ക്കുവാണല്ലോ. അതെ. ആ മഞ്ഞ പിന്നടിച്ച വീട് കണ്ട? ഇല്ല, മഞ്ഞ പെയിന്റ് അടിച്ച വീടോ? ആ, രാത്രി 12 മണിയാകുമ്പോ അവിടെ നിന്ന് കളിയും ചിരിയും ബഹളവും ഒച്ചപ്പാടൊക്കെ കേൾക്കും. ആ വീട്ടിൽ നിന്ന്? ആ, താനത് മൈൻഡ് ചെയ്യണ്ട. എന്താ സാറേ? എനിക്ക് അവിടെ ഒരു ചിന്ന വീട് സെറ്റപ്പ് ഉണ്ടേ. അതുപോലെ തന്നെ സാർ ആ പച്ച പെയിന്റ് അടിച്ച വീട് കണ്ടോ? ആ, കണ്ടോ? അവിടെ നിന്നും രാത്രി 12 മണിയാകുമ്പോ ഒരു ചെറിയ ചിരിയും ബഹളവും ഒക്കെ കേൾക്കും. സാറും അത് മൈൻഡ് ചെയ്യണ്ട. അതെന്താണോ? അല്ല, എനിക്കും ചെറിയൊരു ചിന്ന വീട് സെറ്റപ്പ്. എടോ, അത് എന്റെ വീടാണോ? ആണാ? ആ. അല്ല, കറണ്ട് ഇല്ലാത്തപ്പോ എനിക്കും വേണ്ട ഒരു ചെറിയൊരു ജനറേറ്റർ.